ഹായ് മക്കളെ, വെൽക്കം ടു എജു പോട്ട്. എല്ലാ മക്കൾക്ക് എജു പോട്ടിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, എല്ലാവരും ഒരുപാട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സാറേ, ഓരോ ചാപ്റ്ററിൽ നിന്നും മാക്സിമം അല്ലെങ്കിൽ ഇതങ്ങോട്ട് സെറ്റായിട്ട് പഠിക്കണം എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഓവറൊന്നും വേണ്ട, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരുമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 ചാപ്റ്ററിലെ നൊമാഡിക് എംപയർ അല്ലെങ്കിൽ +1 അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്ററുള്ള നൊമാഡിക് എംപയർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നാടോടി സാമ്രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏതായിരുന്നു ചാപ്റ്റർ, നമ്മൾ ഇൻഡിജിനിയസ് പീപ്പിൾ എന്നുള്ള ഡിസ്പ്ലേസിങ് ഇൻഡിജിനിയസ് പീപ്പിൾ അല്ലെങ്കിൽ തദ്ദേശീയ ജനതയെ പറ്റിയിട്ട് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയെ പറ്റിയുള്ള ആ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനും അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഷുവറായിട്ടും ചോദിക്കുമെന്ന്. എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടോ ഒന്നുമില്ല, ചിലപ്പം വരാം, പക്ഷെ വന്നിട്ടില്ല എന്ന് വിചാരിച്ച് സാറ് പറഞ്ഞൊന്നും വന്നില്ല അങ്ങനെ പറയരുത്. നമ്മൾ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ചോദിക്കാൻ സാധ്യതകളുള്ള പ്രോബബിലിറ്റിന്റെ കണക്കെടുക്കുമ്പോൾ വളരെ കൂടുതലാണ് ഇതിന്റെ. അപ്പൊ അതന്നെ നോക്കാം വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒന്നൊരു വൺ വേർഡാണ്. ഏതാണെന്ന് വെച്ചാൽ ഒന്ന് അസംബ്ലി ഓഫ് ദി മംഗോൾസ് ചീഫ്റ്റൈൻസ് വെയർ നോൺ ആസ്, എന്താണ് അറിയപ്പെടുക, അല്ലെങ്കിൽ മംഗോളിയന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആ ഭാഗത്തുള്ള ചെങ്കിസ് ഖാന്റെ ഒക്കെ കണ്ടിട്ടില്ലേ, അവരുടെ മുഖ്യന്മാരുടെ സമിതിയെ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇത് തിരിച്ചും മറിച്ചും ചോദിച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യണോ, ഒറ്റ വാക്കന് ഉത്തരം കിട്ടണം. ഏതാണ്? കുരിൽതായ്സ് ആണ് ആൻസർ വരുന്നത്. കുരിൽതായ്സ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, കുരിൽതായ്സ് ആൻസർ വരുന്നുണ്ട്. അപ്പൊ കുരിൽതായ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ നേരെ ഓപ്പോസിറ്റ് എഴുതണം. ഇനി എന്താണ് മംഗോളിയന്മാരുടെ സമ്മേളനത്തെ അറിയപ്പെടുന്ന പേരെന്താന്ന് വെച്ചാൽ കുരിൽതായ് എന്ന് എഴുതിക്കണം. തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഒറ്റ ആൻസർ തന്നെ. അതുപോലെ തന്നെ മക്കളെ, യാസ് എന്താന്ന് ചോദിക്കല്, എന്താണ് യാസ എന്നുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ യാസ എന്ന് പറഞ്ഞാൽ ചെങ്കിസ് ഖാന്റെ ഒരു കോഡ് ഓഫ് ലോ ആണ്, അല്ലെങ്കിൽ ഒരു നിയമ സംഹിതയാണ്. ചെങ്കിസ് ഖാൻ ഉണ്ടാക്കിയ നിയമങ്ങൾ അറിയപ്പെടുന്ന പേരാണ് യാസ എന്നുള്ളത്. അതിന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് യസാക്ക് എന്നായിരുന്നു വാക്കിന്റെ കേട്ടോ. ആദ്യം അത് യസാക്ക് എന്നായിരുന്നു, പിന്നീട് അത് എന്തായി മാറിയതാണ്, യാസയിലേക്ക് വന്നതാണ്. അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് എന്ത് ചെയ്യണം, നോക്കി വെക്കണം. യാസ നോക്കി വെക്കണം, കുരിൽതായ് എന്താന്ന് നോക്കി വെക്കണം. അതൊക്കെ ആൻസർ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ്, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇല്ലുസ്ട്രേറ്റ് ദ കൊറിയർ സിസ്റ്റം, തപാൽ സംവിധാനം. ഇതിനെ മക്കളെ നമ്മൾ യാം എന്നും അറിയപ്പെടും. യാസ യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എഴുതണം. യാസ എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് ലോ, യാം എന്ന് പറഞ്ഞാൽ അതിനോട് യാതൊരു വിധ ബന്ധമില്ലാത്ത എന്തെന്ന് പറയാം, തപാൽ സംവിധാനം അല്ലെങ്കിൽ കൊറിയർ സിസ്റ്റത്തെ പറയാം. അപ്പൊ എന്താണ് ചെങ്കിസ് ഖാന്റെ കൊറിയർ സംവിധാനം വന്നപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു മാറ്റങ്ങൾ, ആ മംഗോളിയൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കണം മക്കളെ, ചെങ്കിസ് ഖാന്റെ മരണശേഷം കൊറിയർ സംവിധാനം എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് വന്നിരുന്നു. അങ്ങനെ കൊറിയർ സംവിധാനം വന്നപ്പോൾ കുതിരകളെ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു മറ്റുള്ള നാട്ടിലേക്കൊക്കെ പോയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊറിയർ സംവിധാനത്തിലൂടെ എന്തൊക്കെ നടക്കാൻ പറ്റും, സ്വാഭാവികമായിട്ട് ഭരണകാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി സ്പീഡാക്കാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ പല സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഭരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൊറിയർ സംവിധാനത്തിൽ എഴുതണം. 2 മാർക്കിനാണ് ചോദിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ഒന്നല്ല, 2 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ, ഒരു വർഷത്തിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി അത് ഈ ചാപ്റ്ററിന് 8 മാർക്കിന് ചോദിക്കില്ല, പക്ഷേ 4 മാർക്കിന് ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒന്ന് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ആരുടെ, മംഗോളിയൻസിന്റെ അല്ലെങ്കിൽ ചെങ്കിസ് ഖാന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വിവരിക്കാൻ വേണ്ടി ചോദിക്കും. അതെന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ടാറ്റാർസ്, കൈറ്റാൻസ്, മഞ്ജൂസ് ആൻഡ് ടർക്കിക് ട്രൈബ്സ്, ഈ ഗോത്രങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു, ഇവരോട് പങ്ക് ചേർന്നവരായിരുന്നു. ആരോട്, ചെങ്കിസ് ഖാനോട് പങ്ക് ചെയ്യുന്നവരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയുള്ളവരായിരുന്നു മംഗോളിയൻസ്, അവർ ആട്ടിടയന്മാരായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, പാസ്റ്റോറലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഹണ്ടർ ആയിരുന്നു. ഹണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, വേട്ടയാടുന്ന നായാടികളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വേട്ടയാടുന്ന ആളുകൾ എവിടെ താമസിച്ചിരുന്നായിരുന്നു, സൈബീരിയൻ കാടുകളിലായിരുന്നു താമസിച്ചിരുന്നത്, ഫോറസ്റ്റുകളിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മക്കളെ, അവരുടെ തന്നെ എന്തുണ്ടായിരുന്നു, അവർ ഈ ടെന്റുകളിലും അതുപോലെ തന്നെ മറ്റേ കൂടാരങ്ങളൊക്കെ ഇല്ല മക്കളെ, സർക്കസേരുണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ നാടോടികൾ ഇങ്ങനെ പല സ്ഥലത്ത് താമസിക്കുന്ന അങ്ങനത്തെ കൂടാരങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ഗേറുകളിലൊക്കെ ആയിരുന്നു അവരെന്ത് ചെയ്യുന്നത്, താമസിച്ചിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരെന്ത് ചെയ്തില്ല, മംഗോൾസ് ഡിഡ് നോട്ട് ടേക്ക് ടു ഫാമിംഗ്, കൃഷിയിലേക്ക് എന്ത് ചെയ്തിരുന്നില്ല, പോയിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ നിരന്തരത, ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടാരങ്ങളിലും ഗേറുകളിലൊക്കെ ആയിരുന്നു താമസിക്കുന്നത്. പിന്നെ നിരന്തരം അവർ പല സ്ഥലങ്ങൾ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ ആക്രമണത്തെ പേടിച്ച് തന്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചൈന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഏതെന്ന് പറയുന്നത്, ചൈന ഒരു കോട്ടകൾ, പ്രൊട്ടക്ട് ദെയർ സബ്ജക്റ്റ്, അവരുടെ പ്രജകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു, ഒരു കോട്ട പണിതിരുന്നു. ആ കോട്ടയുടെ പേരാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അല്ലെങ്കിൽ ചൈനയുടെ വൻമതിൽ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ മക്കളെ, ഇതിൽ മിലിറ്ററി ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയും, ഇന്നത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ലൈവിൽ പറയും. ഇത് നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻസോ 4 ക്വസ്റ്റ്യൻസോ മാത്രം ചെയ്തിട്ടുള്ളൂ. ഇതിൽ ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഇത്രയും വർഷം
വർഷങ്ങൾ ചോദിച്ച മാക്സിമം ക്വസ്റ്റ്യൻ മക്കളെ ഇന്ന് രാത്രിയുള്ള ലൈവിൽ നമ്മൾ എന്തായാലും പറയും. മക്കൾക്ക് നാളെ അടിപൊളിയായിട്ട് എക്സാം ചെയ്താണ്. അതുപോലെ തന്നെ 9ാമത്തെ ചാപ്റ്ററാണ് ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾ അല്ലെ, ചാപ്റ്റർ 9. അതിലൊറ്റ കാര്യം നോക്കിയാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത് മാത്രമല്ല നോക്കേണ്ടത്, ഇതിന്റെ ബാക്കി നമ്മൾ ലൈവിൽ പറയും. ഗോൾഡ് റഷ്, സ്വർണ്ണപ്രവാഹം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷത്തിലും ചോദിച്ചാണ് സ്വർണ്ണപ്രവാഹം. മക്കളെ ഒരു ഏകദേശം 3 to 4 മാർക്കിന് വരെ ചോദിക്കാനുള്ളത്. ഗോൾഡ് റഷ്, നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ കാലിഫോർണിയയിൽ ഗോൾഡ് റഷ് അല്ലെങ്കിൽ സ്വർണ്ണപ്രവാഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നില്ലട, സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഭാഗത്തേക്ക് പോകില്ലേ, ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടികൾ കൂടൂലേ, വണ്ടികൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, റെയിൽ വേണ്ടേ, അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടേ, അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ കടകൾ വരില്ലേ, അത് ടൗൺ ആയി മാറൂലേ. ഇങ്ങനെ തന്നെ അങ്ങനെ ടൗൺ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് വ്യവസായം കൂടും, ഇൻഡസ്ട്രീസ് കൂടും. ഇതന്നെയായിരുന്നു കാലിഫോർണിയയിൽ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ സംഭവിച്ചത്. കാലിഫോർണിയയിലാണ് എന്ത് ചെയ്തത്, സ്വർണ്ണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ യൂറോപ്യന്മാർക്ക് എന്താ പെട്ടെന്ന് തന്നെ സമ്പന്നരാവണം, ലക്ഷറി പീപ്പിൾ ആവണം. അതിന് വേണ്ടിയിട്ട് അവർ എവിടേക്ക് പോയി, ഈ കാലിഫോർണിയക്ക് എല്ലാവരും വന്ന് കൂടി തന്നെ റെയിൽവേ ലൈൻ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ മക്കളെ വേറെ എന്തൊക്കെ ഉണ്ടായി സംഭവങ്ങൾ, ലാർജ് സ്കെയിൽ ഫാമിംഗ് മെഷീനറി പ്രൊഡ്യൂസ് ആയി, ചൈനക്കാരുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്? വ്യവസായങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വികസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് ഫാക്ടറീസ്. ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് ഫാക്ടറീസ് എന്ന് പറയുമ്പോൾ എന്ത് കൂടി എന്നാണ് പറയുന്നത്, ഫാക്ടറികൾ കൂടി, അതുപോലെ തന്നെ ടൗണുകളൊക്കെ കൂടുതലായി. കാരണം സ്വർണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്താവാൻ തുടങ്ങും, സ്വാഭാവികമായിട്ട് അവിടെ ടൗൺ ആവാൻ തുടങ്ങും, കടകൾ വർദ്ധിക്കാൻ തുടങ്ങും. ഇതൊക്കെയായിരുന്നു ഗോൾഡ് റഷിന്റെ ഭാഗമായിട്ട് ഉണ്ടായത്. അപ്പൊ മക്കളെ ഇതോടുകൂടി നമ്മളുടെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ലൈവിൽ മക്കളെ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിൽ ചോദിച്ചിട്ടുള്ളൂ, ഇനിയും അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ എന്നുള്ള ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. നമ്മളെ ക്ലാസ് കേട്ടവർക്കറിയാം. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇന്ന് രാത്രി ലൈവിലേക്ക് എത്തണം. ഇതിന്റെ ബാക്കി നമ്മൾ ഇന്ന് രാത്രി ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ സെറ്റാക്കണം, അടിപൊളിയാക്കണം, ഫുൾ മാർക്ക് വാങ്ങണം. ബൈ ബൈ ബൈ.